അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും കൂടെ അതികഠിനമായ ജോലി ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ ജോലിക്ക് നേതൃത്വം നൽകുന്നു, സഹാബാക്കൾ കൂടെ കുഴിക്കുന്നു. ഏകദേശം 2 കിലോമീറ്ററോളം 2 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള 30-40 അടിയോ വീതിയുള്ള കിടങ്ങ് കുഴിക്കണം. കാരണം മഹാനായ സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത പേർഷ്യയിലുള്ള ഒരു യുദ്ധതന്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. കാരണം അഹ്സാബ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ശത്രുക്കൾ ഒന്നാകെ മദീനയെ വളഞ്ഞാക്രമിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിരോധിക്കണം. ആ പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മഹാനായ സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു പേർഷ്യയിൽ അഥവാ ഇറാനിൽ ഉള്ള യുദ്ധരീതിയായ കിടങ്ങ് കുഴിച്ചിട്ട് ശത്രുക്കൾ പെട്ടെന്ന് വരുമ്പോൾ കിടങ്ങ് മുറിച്ചു കടക്കാനാകാതെ അവരാകെ പ്രയാസപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാകുന്ന ഒരു രംഗത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുകയും അങ്ങനെ സ്വഹാബാക്കൾ ചേർന്ന് മദീനയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രത്യേകമായ കവാടമാണ് ഇപ്പോൾ ഖന്തഖ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഫത്തഹ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു പ്രത്യേകമായ വഴി. അതുവഴിയാണ് മദീനയിലേക്ക് ആകെ മലകൾ കൂടാതെ പ്രവേശിക്കാൻ സാധിക്കുക. ആ സ്ഥലത്ത് കിടങ്ങ് കുഴിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം നൽകിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും കൂടെ കിടങ്ങ് കുഴിക്കുകയാണ്. നബി തങ്ങൾ മുന്നണി പോരാളിയായിട്ട് തന്നെ നിന്ന് കിടങ്ങ് കുഴിക്കുന്നു. വളരെ പ്രയാസമുള്ള കല്ലുകളും പാറകളും കാണുമ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ആ വെള്ളത്തിൽ അവിടുത്തെ ഉമിനീര് പുരട്ടി ആ പാറകളിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഭാഗം വളരെയധികം നനുത്തതായി, അതേപ്രകാരം മണൽക്കൂന പോലെ ആയതായി മാറുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഖന്തഖിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ സഹാബാക്കൾ മുഴുവനും ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വലിയൊരു പാറ പ്രത്യക്ഷപ്പെട്ടു. ആ പാറ അവർക്ക് പൊട്ടിക്കാനാവാതെ വളരെ പ്രയാസപ്പെടുന്നു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയും അവർ കുഴിച്ചുകൊണ്ടിരുന്ന ഇരുമ്പായുധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങുകയും അവിടുത്തെ കൈ കൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അതിലേക്ക് അവിടുന്ന് മേടുകയും ഉടനെ തന്നെ അത് മണൽ പോലെ പൊടിഞ്ഞു മാറുകയും ചെയ്യുന്നു. ആ സമയത്ത് സഹാബാക്കൾ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. സഹാബാക്കളുടെ വയറ്റത്തിൽ മിക്കവാറും കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം കല്ലുകൾ വെച്ച് കെട്ടിയിട്ടാണ് അവിടുന്ന് ഈ ഖന്തഖിൽ പണിയെടുക്കുന്നത്. ഇത് കണ്ട് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത പ്രയാസം തോന്നുന്നു. അവിടുന്ന് പതിയെ ആരും കാണാതെ തൊട്ടടുത്തുള്ള തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലെത്തി തൻ്റെ പ്രിയതമയോട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ടവളെ, നമ്മുടെ നേതാവ്, നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിലാണ്. ഖന്തഖ് കിടങ്ങ് കുഴിക്കുമ്പോൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താണ് മുത്തുനബി തങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുക? ഭാര്യ പറഞ്ഞു, അല്ലയോ പ്രിയതമ്മ, നമ്മുടെ വീട്ടിൽ കുറച്ച് ഗോതമ്പ് മാവുണ്ട് റൊട്ടി ഉണ്ടാക്കാൻ, അതുപോലെ ഒരു ആട്ടിൻകുട്ടിയും നിൽപ്പുണ്ട്. താങ്കൾ അത് അറുത്ത് തരികയാണെങ്കിൽ ഞാൻ അതിനെ പാചകം ചെയ്യാം. ഈ മാവ് കൊണ്ട് ഞാൻ ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കുകയും ചെയ്യാം. മഹാനവർകൾ അപ്രകാരം ആടിനെ അറുത്തു കൊടുക്കുകയും അത് പാചകം ചെയ്യാൻ പറയുകയും ചെയ്തിട്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചെവിയിൽ പറഞ്ഞു, തങ്ങളെ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരണം, 1-2 സഹാബാക്കളെയും കൂട്ടി വരണം. എൻ്റെ വീട്ടിൽ കുറഞ്ഞ ഭക്ഷണമുണ്ട്, അങ്ങേക്ക് കഴിക്കാം, അങ്ങയുടെ കൂടെയുള്ള 1-2 സഹാബാക്കൾക്കും കഴിക്കാം. ഇത് പറഞ്ഞപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഒരിക്കലും സ്വന്തമായിട്ട് കഴിക്കുകയും മറ്റുള്ളവരെ പട്ടിണിക്കിടുകയും ചെയ്യുകയല്ല. നബി തങ്ങൾ കുറഞ്ഞതാണ് കയ്യിൽ കിട്ടുന്നതെങ്കിലും അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനൗൺസ്മെന്റ് ചെയ്തു, അല്ലയോ സ്വഹാബാക്കളെ, ജാബിറിന്റെ വീട്ടിൽ ഒരു വിരുന്നുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും പോകാം, നിങ്ങൾ എഴുന്നേൽക്കുക എന്ന്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ആവർത്തിച്ച് പറഞ്ഞു, തങ്ങളെ, 1-2 പേർക്ക് കഴിക്കാനുള്ളൂ, അങ്ങ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നാൽ എല്ലാവർക്കും പ്രയാസമാകും. ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിറെ, നീ അതിൽ വിഷമിക്കേണ്ടതില്ല. വീട്ടിൽ പോയിട്ട് ആ ഭക്ഷണം ഞാൻ വരുന്നതിന് മുമ്പ് വിളമ്പരുത്, ഞാൻ വരുന്നതിന് മുമ്പ് അതിൻ്റെ മൂടിയെടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 2500 മുകളിൽ 3000-ഓളം സഹാബാക്കൾ ഉണ്ടെന്നും പറയപ്പെടുന്നു. ആ സഹാബാക്കളും കൂടെ
മഹാനായ ജാബിർ റളിയല്ലാഹു തആലാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ഖന്തക്ക് യുദ്ധം നടന്നതിന്റെ തൊട്ടടുത്താണ് ജാബിർ റളിയല്ലാഹു തആലാന്റെ വീടുള്ളത്. സബഅ മസാജിദിൽ ഒരു പള്ളി ജാബിർ റളിയല്ലാഹു തആലാന്റെ വീടായിട്ട് എണ്ണുന്നുമുണ്ട്. ഏതായാലും ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് എല്ലാ സ്വഹാബാക്കളും ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. നബി തങ്ങൾ ചെന്നു. ആ ഭക്ഷണപാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് കൊണ്ടുവന്നു. റൊട്ടിപ്പാത്രം മുന്നിലേക്ക് കൊണ്ടുവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിയിലേക്ക് മാംസം എടുത്തു വെച്ച് അവിടുന്ന് വിതരണം ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ഉമിനീരെടുത്ത് ബറക്കത്തിന് വേണ്ടി ആ കറി വെച്ചിരിക്കുന്ന പാത്രത്തിൽ പുരട്ടുകയും എന്നിട്ട് സ്വഹാബാക്കൾക്കിടയിൽ വിളമ്പുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ റൊട്ടിയും ഇറച്ചിയും എല്ലാ സ്വഹാബാക്കൾക്കും വിതരണം ചെയ്ത് മുഴുവൻ സ്വഹാബാക്കളും അത് കഴിച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ ആ പാത്രത്തിൽ ആദ്യം വിളമ്പാൻ തുടങ്ങുന്നതിന് മുമ്പ് എപ്രകാരമാണോ ഇരുന്നത് അപ്രകാരം തന്നെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണത്തിന് ക്ഷാമമുള്ള സമയമാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടുകാരും പരിസരത്തുള്ളവരും കഴിക്കുക, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളെ സന്തോഷിപ്പിച്ച് തിരിച്ചു വന്ന ചരിത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ മങ്കൂസ് മൗലുദിൽ ഒമിനൽ യസീരി സഖാവ അത്അമ ജൈശഹു ഹത്തക്തഫവ യസീറുഹു ലം യംഫദി, കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് ഒരു സൈന്യത്തെ മുഴുവനും ആഹരിപ്പിച്ചിട്ടും ഭക്ഷണം അതുപോലെ തന്നെ ബാക്കിയായി, അതുപോലെ തന്നെ അവശേഷിച്ചിരുന്ന മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത്, അല്ലാഹു ആ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.